പുരാതന കാലത്ത് ഭരതൻ എന്ന ഒരു മഹാരാജാവ് ജീവിച്ചിരുന്നു. ധർമ്മപരിപാലനത്തിലും ഭക്തിയിലും അദ്ദേഹം പ്രശസ്തനായിരുന്നു. നമ്മുടെ ഭാരതദേശത്തിന് ഭാരതം എന്ന പേര് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണെന്ന് പറയുന്നു. ഈ ലോകസുഖങ്ങളെല്ലാം നശ്വരമാണ്. ഇനി ജീവിതം ഭഗവത് ധ്യാനത്തിനും തപസ്സിനുമായി സമർപ്പിക്കണം. രാജ്യം പുത്രന്മാർക്ക് ഏൽപ്പിച്ച ശേഷം ഭരതൻ വനത്തിലേക്ക് പോയി തപസ്സിൽ മുഴുകി. ഒരു ദിവസം സിംഹത്തിൻ്റെ ഗർജനം കേട്ട് ഭയന്ന ഒരു ഗർഭിണി മാൻ നദിയിലേക്ക് എടുത്തു ചാടുന്നു. മാൻ ചത്തുപോയി. പക്ഷേ കുഞ്ഞ് രക്ഷപ്പെട്ടു. ഇത് ഭരതൻ കാണുന്നു. ഭരതൻ മാൻകുട്ടിയെ എടുത്ത് സ്നേഹിക്കുന്നു. അയ്യോ പാവം, ഇനി നീ എന്തു ചെയ്യും? ഇനി നിന്നെ ഞാൻ സംരക്ഷിക്കാം. മാൻകുട്ടിയോടുള്ള സ്നേഹം ക്രമേണ ഭരതൻ്റെ മനസ്സിനെ പിടിച്ചടക്കി. ധ്യാനത്തിനും നിത്യനിഷ്ഠയിലും മുടക്കം വരുത്തിയിരുന്നു. എല്ലായ്പ്പോഴും ഭരതൻ മാൻകുട്ടിയെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്തിച്ചത്. ഊണിലും ഉറക്കത്തിൽ പോലും അദ്ദേഹം മാൻകുട്ടിയെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്തിച്ചത്. സ്വന്തം രാജ്യവും കുടുംബവും ഉപേക്ഷിച്ച് ഭഗവത് പ്രാപ്തിക്കു വേണ്ടി ജീവിതം മാറ്റിവെച്ച ഭരതൻ മാൻകിടാവെന്ന മായയിൽ മുഴുകിപ്പോയി. അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യമായ ഭഗവത് പ്രാപ്തി അദ്ദേഹം എന്നേക്കുമായി മറന്നുപോയി. എൻ്റെ മാൻ എവിടെ പോയി? എൻ്റെ മാൻ എവിടെ പോയി? അതിന് വിശക്കില്ലേ? അയ്യോ, അത് സുരക്ഷിതമാണോ? എൻ്റെ മാൻ എവിടെ? എൻ്റെ മാൻ എവിടെ പോയി? ഇങ്ങനെ എല്ലാ സമയത്തും മാൻകിടാവിൻ്റെ കാര്യത്തിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിച്ചു. മരണസമയത്ത് ഭരതൻ്റെ മനസ്സ് മാൻകിടാവിലായിരുന്നു. അങ്ങനെ മാൻകുട്ടിയെ വിചാരിച്ചുകൊണ്ട് ഭരതൻ മരിക്കുന്നു. ഈ മമതയുടെ ഫലമായി അടുത്ത ജന്മത്തിൽ അദ്ദേഹം ഒരു മാനായി ജനിച്ചു. മാനായി ജീവിച്ച ശേഷം ഭരതൻ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ വീണ്ടും ജനിച്ചു. മുൻ ജന്മങ്ങളെല്ലാം അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്നു. ലോകാസക്തിയാണ് ബന്ധനത്തിന് കാരണം എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ട് അദ്ദേഹം മൗനിയും മണ്ടനുമായ ഒരാളായി നടിച്ചു. എല്ലാവരും അദ്ദേഹത്തെ ജഡഭരതൻ എന്ന് വിളിച്ചു. രഘുഗണൻ എന്ന രാജാവുമായിട്ടുള്ള ഒരു സന്ദർഭം ഇവിടെ നമുക്ക് കാണാം. ജഡഭരതൻ വഴിയോരത്ത് കീറി മുഷിഞ്ഞ വസ്ത്രവും ചളി പുരണ്ട ശരീരവുമായി ഇരിക്കുന്നു. എന്നാൽ പൂർണ്ണ ആരോഗ്യവാനായിരുന്നു. രഘുഗുണൻ എന്ന രാജാവിനെയും കൊണ്ട് ഭടന്മാർ
പല്ലക്കുമായി പ്രവേശിക്കുന്നു. ആരാത്? ഇങ്ങോട്ട് വാ. നിന്നെ തന്നെ. ഇങ്ങോട്ട് വരൂ. വാ, ഇങ്ങോട്ട് വാ. കുറച്ച് വേഗം വാ. ഈ പല്ലക്കൊന്ന് ചുമക്കൂ. കണ്ടില്ലേ? ഇങ്ങോട്ട് വരൂ. ജഡഭരതൻ എല്ലാവരിലും ഭഗവാൻ ഉള്ളതായി കാണുന്നു. ഉറുമ്പിലും പുഴുവിലും വൃക്ഷത്തിലും എല്ലാ ചരാചരങ്ങളിലും ഭഗവാന്റെ സ്പന്ദനം കാണുന്നു. അതുകൊണ്ട് ജഡഭരതൻ നടക്കുമ്പോൾ വഴിയിലെ ഉറുമ്പുകളെയും മറ്റു ജീവികളെയും ചവിട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് പല്ലക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളകിക്കൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് രാജാവ് രഘുഗുണൻ കോപത്തോടെ ചോദിക്കുന്നു, എന്താ ഇങ്ങനെ നടക്കുന്നത്? ശരിയായി ചുമക്കാൻ പറ്റുന്നില്ലേ? ഇത്രയും ദുർബലരാണോ നിങ്ങൾ? രാജാവേ, ആരെയാണ് അങ്ങ് ദുർബലൻ എന്ന് വിളിക്കുന്നത്? ഈ ശരീരമാണ് ചുമക്കുന്നത്, ആത്മാവല്ല. നീ ആരാണ്? നിന്റെ വാക്കുകൾ മഹാജ്ഞാനിയുടേതാണല്ലോ. ശരീരം നശ്വരമാണ്. അധികാരവും അഹങ്കാരവും സമ്പത്തും എല്ലാം നിമിഷനേരം മാത്രം. ഭഗവത് ജ്ഞാനം മാത്രമാണ് മോക്ഷത്തിലേക്ക് നയിക്കുന്നത് മഹാരാജൻ. മഹാരാജാവ് രഘുഗുണൻ മനസ്സിലാക്കുന്നു അദ്ദേഹം ഒരു മഹാജ്ഞാനിയുടെ അടുക്കലാണെന്ന്. മഹാരാജാവ് തെറ്റു മനസ്സിലാക്കി ഉടൻ തന്നെ പല്ലക്കിൽ നിന്നിറങ്ങി ജഡഭരതൻ്റെ കാൽക്കൽ നമസ്കരിക്കുന്നു. ജഡഭരതൻ്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് അമിതാസക്തി ബന്ധനത്തിന് കാരണമാകുന്നു. ശരീരം നശ്വരമാണ്. ആത്മജ്ഞാനം ലോകപദവിയേക്കാൾ ഉന്നതമാണ്. ദൈവസ്മരണയാണ് മോക്ഷത്തിലേക്കുള്ള വഴി. ഭക്തിയോടും ജ്ഞാനത്തോടും വൈരാഗ്യത്തോടും കൂടെ നമുക്ക് ജീവിക്കാം.